പൂഞ്ഞാർ MLA ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കോൺഗ്രസിലേക്ക് എത്തുകയാണ്. PC ജോർജിനെ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16,581 വോട്ടുകൾക്കാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ LDF സ്ഥാനാർത്ഥിയായി വന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിച്ച് കയറിയത്. എന്നാൽ ജോസ് കെ മാണിയുമായുള്ള നിരവധി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാം, കോൺഗ്രസ് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയാക്കിയത് മുൻ DCC പ്രസിഡന്റ് കൂടിയായിരുന്ന ടോമി കല്ലാനിയെയാണ്. അദ്ദേഹത്തിന് 34,000 വോട്ടുകൾ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ. PC ജോർജ് രണ്ടാമതായി അവിടെ ഫിനിഷ് ചെയ്തു. PC ജോർജിന് അവിടെ 41,000 വോട്ടുകൾ കിട്ടിയപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് കൃത്യമായും അദ്ദേഹത്തിനേക്കാൾ 16,581 വോട്ടുകൾ അധികം ലഭിച്ചു. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് കൃത്യമായി സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ സഹായിച്ചിരുന്നു എന്ന് തന്നെയാണ് വ്യക്തം. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിട്ട് പോലും കൃത്യമായും PC ജോർജിൻ്റെ പരാജയത്തിന് വേണ്ടി വർഗീയത മാത്രം വമിപ്പിക്കുന്ന PC ജോർജിനെ കെട്ടുകെട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി UDF വോട്ട് കൂടി കൃത്യമായി LDFന് അത്തവണ കിട്ടി എന്നുള്ളതാണ് കൃത്യമായും പൂഞ്ഞാറ്റിൽ PC ജോർജിൻ്റെ പരാജയത്തിൻ്റെ ആഘാതം കൂട്ടിയത്. 27,821 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയ PC ജോർജ് താൻ സ്വതന്ത്രനായിരുന്നിട്ട് കൂടി വലിയ ഭൂരിപക്ഷത്തിൽ, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പൂഞ്ഞാറ്റിൽ വിജയിച്ചത് കണ്ടു എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ എല്ലാ പാർട്ടികളെയും പുച്ഛത്തോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമായി. അതേ PC ജോർജിനാണ് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി പറ്റിയത്. ഭൂരിപക്ഷം കുറഞ്ഞ രീതിയിലേക്ക് ജയിക്കാം എന്ന് കരുതിയെങ്കിൽ പോലും വലിയ തോതിലുള്ള മാർജിനിലാണ് PC ജോർജ് പൊട്ടിയത്. വാസ്തവത്തിൽ BJPയുമായി PC ജോർജ് അടുപ്പമുണ്ടാക്കിയതിന് ശേഷം ഇനി പൂഞ്ഞാറ്റിൽ PC നിന്നാൽ കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും വലിയ ആശങ്കയിലാണ്. വീണ്ടും BJP വിട്ട് ജനപക്ഷം സെക്യുലർ കൊണ്ടുവന്നുകൊണ്ട്, അതായത് NDA സ്ഥാനാർത്ഥിയായി ജനപക്ഷം സെക്യുലർ കാൻഡിഡേറ്റായി തന്നെ നിൽക്കാം എന്ന രീതിയിലേക്ക് PC ജോർജ് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിരവധിയായ കേസുകൾ ഉൾപ്പെടെയുള്ളത് കൊണ്ട് ഇലക്ഷൻ അയോഗ്യത പ്രകടമാകും എന്ന് വ്യക്തമാണ്. കാരണം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടാണ് PC ജോർജ് പ്രസ്താവന ഇറക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സ്ഥിരമായി ഇദ്ദേഹം പരസ്യമായി പകപോക്കൻ നയം തുടരുന്ന ഒരു വ്യക്തിയാണ്. മാനസിക രോഗിയെപ്പോലെ, സമനില തെറ്റി ഭ്രാന്തനെ പോലെയാണ് PC ജോർജ് മലീനസമായ ദുർഗന്ധം വമിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പടച്ചുവിടുന്നത്. അതിന് എല്ലാ രീതിയിലും അപ്പൻ്റെ കൂടെ ഒത്താശയ്ക്ക് നിൽക്കുകയാണ് മകൻ ഷോൺ ജോർജ്. എല്ലാ തരത്തിലും അപ്പന് പറ്റിയ മകൻ എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഗുണ്ടാ സെറ്റപ്പ് എന്നുള്ള രീതി ഒക്കെ നമ്മൾ കേട്ട് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ആ ഒരു സംവിധാനം ഇഷ്ടംപോലെ ഇട്ടുകൂടാനുള്ള വകയുള്ളത് കൊണ്ട് ആരുടെയും മണ്ടയിലേക്ക് കുതിര കയറാം എന്നുള്ള വിചാരമാണ് അപ്പനും മകനും എന്നാണ് കൃത്യമായും പൂഞ്ഞാറ്റിലെ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ തീർച്ചയായും അത് ജോസ് കെ മാണിക്ക് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല.